നൈറ്റ് ഞാൻ ICUവിൽ കാണാൻ കയറുന്ന സമയത്ത് ഇവര് ഒരു കൺസൾട്ടന്റ് അവിടെ കസാരയിൽ നിന്നിട്ട് ഫോൺ വിളിക്കുകയാണ് വീട്ടിലേക്ക്, ഞാൻ ഇന്ന് വരുന്നു തോന്നുന്നുണ്ടാവില്ല. നടൻ ബാലയുടെ കരൾ രോഗവും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അതിനുശേഷമുള്ള തിരിച്ചുവരവും ഏറെ ശ്രദ്ധ നേടിയ വിഷയങ്ങളായിരുന്നു. അന്ന് ഭാര്യ എലിസബത്ത് ഉദയനും കുടുംബവും ബാലയുടെ ഒപ്പം ഉണ്ടായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞതും വളരെ വേഗം ബാല സുഖം പ്രാപിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും പൂർവ്വസ്ഥിതിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. പരിശോധിച്ച ഡോക്ടർമാർക്ക് പോലും ബാലയുടെ അതിവേഗമുള്ള തിരിച്ചുവരവ് അത്ഭുതമായി മാറിയിരുന്നു. ജിമ്മിൽ പോവുകയും ശരീരം കൂടുതൽ ആരോഗ്യമുള്ളതാക്കി മാറ്റുകയും ചെയ്ത ബാല ഏവർക്കും ഒരു പ്രചോദനം നൽകിയ വ്യക്തി കൂടിയാണ്. എന്നാൽ ബാലയുടെ തിരിച്ചുവരവിന് പിന്നിൽ ആരും അറിയാത്ത ചില വെല്ലുവിളികൾ കൂടി ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് ഭാര്യ എലിസബത്ത് ഉദയൻ. ബാലയ്ക്ക് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ഏതു നേരവും ബാലയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എലിസബത്ത് ഉദയൻ. ആശുപത്രിയിൽ വെച്ചായിരുന്നു ബാലയും എലിസബത്ത് തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിച്ചതും. ഇതിനുശേഷം ബാലയും എലിസബത്തും സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. പിന്നീട് ഇവർ ഒരുമിച്ചുള്ള വീഡിയോകൾ കുറഞ്ഞു. ഇരുവരും തനിച്ച് വീഡിയോകൾ ഇട്ടു തുടങ്ങി. ഇതോടെയാണ് രണ്ടുപേരും ഒരുമിച്ചല്ല താമസിക്കുന്നതെന്ന് വ്യക്തമായത്. ഇപ്പോൾ ബാലയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയ സമയത്തെ അനുഭവം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് എലിസബത്ത്. ഡോക്ടേഴ്സ് ദിനത്തിൽ ചെയ്ത വീഡിയോയിലാണ് ഈ സംഭവത്തെക്കുറിച്ച് എലിസബത്ത് പറഞ്ഞത്. ഒരു സമയത്ത് ഡോക്ടർ പോലും ഭയന്നിരുന്നുവെന്നും മരണം മുന്നിൽ കണ്ട സാഹചര്യം പോലും ഉണ്ടായതായും എലിസബത്ത് പറയുന്നുണ്ട്. ശസ്ത്രക്രിയ നടക്കാൻ 3 ദിവസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ബാലയുടെ ആരോഗ്യം പണ്ടത്തെക്കാളും മോശമായെന്നാണ് എലിസബത്ത് പറയുന്നത്. അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബാലയെ ആശുപത്രിയിൽ പ്രവേശിച്ച വിവരം മാധ്യമങ്ങളിലൂടെ ജനങ്ങളും അറിഞ്ഞത്. ആ സമയത്ത് ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടെന്നും ആ ഒരു സമയത്ത് ഒന്നും ചിന്തിക്കാനോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത സമയമുണ്ടായിട്ടുണ്ടെന്നും എലിസബത്ത് പറയുന്നു. പ്രാർത്ഥിച്ച് മാക്സിമം നോക്കിയെന്നും പക്ഷെ ഒരു സമാധാനമുണ്ടായത് അമൃതയിലെ ഡോക്ടർമാർ ആയതുകൊണ്ടാണെന്നും എലിസബത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് മെയിൻ കൺസൾട്ടൻസ് ആരും വീട്ടിൽ പോയിട്ടില്ല എന്നും എലിസബത്ത് ഓർക്കുന്നുണ്ട്. രാത്രിയിൽ താൻ ബാലയെ കാണാൻ ICUവിൽ കയറുന്ന സമയത്ത് അവിടെ ഒരു കൺസൾട്ടന്റ് കസേരയിലിരുന്നിട്ട് ഇന്ന് താൻ വരുമെന്ന് തോന്നുന്നില്ല, കുറച്ച് സീരിയസ് ആണെന്നൊക്കെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് പറയുന്ന കാര്യവും എലിസബത്ത് ഓർമ്മിക്കുന്നുണ്ട്. ലാസ്റ്റ് പല സമയത്തും കൈകൂപ്പി ദൈവങ്ങളെ കണ്ടു എന്ന് പറയുന്ന സമയമായി ഉണ്ടായതെന്നും എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നു. ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു നഴ്സിനെ കുറിച്ചും എലിസബത്ത് വീഡിയോയിൽ പറയുന്നു. ICUവിൽ എപ്പോഴും ബന്ധുക്കൾക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ആ കുട്ടിയായിരുന്നു വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നതെന്നും ആദ്യത്തെ റിവ്യൂവിന് പോയപ്പോൾ ആ കുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിച്ചെന്നും എലിസബത്ത് പറയുന്നുണ്ട്. പക്ഷെ നമ്മള് പേഷ്യന്റ് സൈഡിൽ ഇരുന്നിട്ട് ആലോചിക്കാൻ തുടങ്ങിയത് അന്ന് ലിവർ ട്രാൻസ്പ്ലാന്റ് സമയത്താണ്. ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്. ഈവൻ ഒരു ഡെത്ത് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഒന്നും ചിന്തിക്കാനോ ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, എന്താ ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മാക്സിമം നോക്കും, അങ്ങനെ പല കാര്യങ്ങളും നോക്കും. പക്ഷെ ഒരു സമാധാനം ഉണ്ടായിരുന്നത് അമൃതയിലത്തെ ഡോക്ടേഴ്സാണ്. സുധീന്ദ്രൻ സാറ്, അതുപോലെ തന്നെ സാറിന്റെ അടിയിൽ ഉണ്ടായിരുന്ന സാറ്, ബാക്കി ഡോക്ടേഴ്സ്, ലിവർ സ്പെഷ്യാലിറ്റിയിൽ ഉണ്ടായിരുന്ന, അതുപോലെ തന്നെ അനസ്തീഷ്യയിൽ ഉണ്ടായിരുന്ന കർത്ത സാറ്, അവരൊക്കെ അന്ന് എമർജൻസി ഉണ്ടായിരുന്ന ട്രാൻസ്പ്ലാന്റ് നടന്നിരുന്ന ഒരു 3 days മുന്നേ ഭയങ്കര എമർജൻസി ഒക്കെ ഉണ്ടായിരുന്നു. വെന്റിലേറ്ററിലൊക്കെ പോയ സമയത്ത് അവരൊന്നും രാത്രി വീട്ടിൽ പോയിട്ടില്ല. നൈറ്റ് ഞാൻ ICUവിൽ കാണാൻ കയറുന്ന സമയത്ത് ഇവര് ഒരു കൺസൾട്ടന്റ് അവിടെ കസാരയിൽ നിന്നിട്ട് ഫോൺ വിളിക്കുകയാണ് വീട്ടിലേക്ക്, ഞാൻ ഇന്ന് വരുന്നു തോന്നുന്നുണ്ടാവില്ല, സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണം. ഓൾമോസ്റ്റ് മെയിൻ കൺസൾട്ടൻസ് ആരും അന്ന് വീട്ടിൽ പോയിട്ടില്ല. അപ്പോ ലാസ്റ്റ് പല സമയത്തും കൈ കൂപ്പിയിട്ട് നമ്മൾ ദൈവങ്ങളെ കണ്ടു എന്ന് തോന്നുന്ന സമയം നമ്മൾ പേഷ്യന്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് ശരിക്കും കൈ കൂപ്പി നിൽക്കുന്ന സമയം പോലെ. പക്ഷെ സുധീന്ദ്രൻ സാറൊക്കെ ഭയങ്കര ജോളിയായിട്ട്, ഈവൻ സർജറി കഴിഞ്ഞിട്ടും സർജറി ഒന്നും കുഴപ്പമില്ല, ഭയങ്കര ഹാപ്പിയായി. സാറ് ഭയങ്കര ജോളിയായിട്ടും നമുക്ക് ടെൻഷൻ തരാണ്ടും കണ്ടീഷൻ ഭയങ്കര വേഴ്സായിട്ട് പോകുമ്പോഴും സാറിന്റെ ആ ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ നമ്മളതിനെ പേടിപ്പിക്കണ ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ബാക്കി സ്റ്റാഫ്സ്, സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു അമൃതാന്ന് ഞാൻ തോന്നുന്നു ആ കുട്ടിയുടെ പേര്,
അപ്പം ഈ മോർണിംഗ് സമയം പുലർച്ചെ സമയമൊക്കെ ചേച്ചി പോയി കിടന്നോ, ഞാൻ ചേട്ടനെ പോയി കണ്ടോളാം, എന്നിട്ട് സംസാരിച്ചോളാം. ചേട്ടൻ ആക്ച്വലി ഇന്ന് മിണ്ടി ഭക്ഷണം കഴിച്ചു എന്നൊക്കെ അവളിങ്ങനെ പോയി ഉള്ളിൽ കയറിയിട്ട് ഐസി, നമുക്ക് എല്ലാ സമയത്തും ഐസിയിലൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ അവള് പോയി ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ചേട്ടന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ട് ചെയ്യണ സമയമൊക്കെ ഉണ്ട്. അതേസമയം ബാലയും ഭാര്യ ഡോക്ടർ എലിസബത്തും ഇപ്പോൾ ഒരുമിച്ചല്ല താമസിക്കുന്നത്. ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് രണ്ടുപേരും വ്യക്തമായി പറഞ്ഞിട്ടുമില്ല. ആരാധകർ ഇക്കാര്യത്തെക്കുറിച്ച് പലപ്പോഴും ചോദിക്കാറുണ്ടെങ്കിലും ഇതുവരെ ബാലയും എലിസബത്തും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. എന്നാൽ രണ്ടുപേരും പരസ്പരം മോശമായി സംസാരിച്ചിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.